ഹായ്, ഹണി ടാലൻറ്റ് വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് എപ്പോഴും അയർലൻഡിലെ ഡബ്ലിനിലാണെങ്കിലും മറ്റേത് കൗണ്ടിലാണെങ്കിലും മെയിൻ സിറ്റി സെൻറ്ററുകളിലുള്ള സ്ട്രീറ്റുകളിൽ എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുകയും അതിന് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ കൊച്ചു പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നവരെ നമുക്ക് എപ്പോഴും കാണാൻ കഴിയും. ഇതിപ്പോൾ ഒരു ദ ക്രാൻബറീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ സോംബി എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിൽ ഇപ്പോൾ ഒരു വായിച്ചുകൊണ്ടിരിക്കുന്ന സോങ് അതിനെക്കുറിച്ചാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. സോംബി എന്നൊരു സോങ്ങാണത്, വളരെ ഫേമസ് ആയിട്ടുള്ള സോങ്ങാണത്. അപ്പോൾ അത് കേൾക്കാനായിട്ട് ഒരുപാട് പേര് ചുറ്റും കൂടിയിട്ടുണ്ട്. നമുക്കറിയാൻ തന്നെ ഒരുപാട് നമ്മൾ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഒരു ഹരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് കേൾക്കാനായിട്ടാണ് എല്ലാവരും ഒത്തുകൂടി നിൽക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ക്ലിയർ ഫിലിംസ് 2 തൂണുകളിൽ ചേർത്ത് വെച്ചതിന് ശേഷം അതിൽ സ്പ്രേ പെയിൻറ് കൊണ്ട് ഒരു ചെറിയ ചിത്രം വരച്ച് അതിനോട് ചേർത്ത് തന്നെ ഈ റേസിനെ കുറിച്ച് 2 വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒരു ഗ്ലാൻസ് ഒന്ന് എടുത്തതാണ്. അതിൻ്റെ പുറകുവശത്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. പുറകുവശത്ത് നിന്നുള്ള വ്യൂ ആണിത്. ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് കാണാൻ പറ്റും. ആ ക്ലിയർ ഷീറ്റ്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ക്ലിയർ ഷീറ്റാണ്, അത് വലിച്ച് കെട്ടിയിട്ട് അതിനകത്താണ് ആ സ്പ്രേ ചെയ്തേക്കുന്നത്. സോ അത്ര വലിയൊരു കലാകാരനാണ് അദ്ദേഹം ഒരു ആഫ്രിക്കക്കാരനാണ്. പുള്ളിക്കാരൻ അതിനകത്ത് റേസത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്: ഐ ബിലീവ് ദർ ഈസ് ഓൺലി വൺ റേസ്, ദ ഹ്യൂമൻ റേസ് എന്നാണ് കൊടുത്തേക്കുന്നത്. സോ അത്ര മനോഹരമായ വാചകങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അത് റോസ പാർക്ക് എന്നാണ് ആ ലേഡിയുടെ പേര്, ആ വരച്ചിരിക്കുന്ന ലേഡിയുടെ പേര് റോസ പാർക്ക് എന്നുള്ളതാണ്. സോ അത് പെട്ടെന്ന് എടുത്ത് നിങ്ങളിലോട്ട് അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്തതാണ്. എനിവേ, നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ബെല്ലൈക്കൺ പ്രസ് ചെയ്തൊന്നും മറന്നു പോകണ്ട. എല്ലാവരും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഉറപ്പായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.